തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ട രോഗികൾ മരിച്ചു. 4-ാം വാർഡിൽ ചികിത്സയിലുണ്ടായിരുന്ന മണ്ണന്തല സ്വദേശി അംബിക, പാറശാല സ്വദേശി ജമീല എന്നിവരാണ് മരിച്ചത്. കാലിന് മുറിവേറ്റ് ചികിത്സയ്ക്കെത്തിയ അംബികയ്ക്ക് സ്കാനിങ്ങിനും തുടർ പരിശോധനകളും വൈകിയെന്നായിരുന്നു ബന്ധുക്കളുടെ പരാതി. മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിലാണ് അവരുടെ മരണം സംഭവിക്കുന്നത്. സമാനമായ രോഗലക്ഷണങ്ങളുമായിട്ടാണ് പാറശാല സ്വദേശി ജമീലയും മണ്ണന്തല മരുതൂർ സ്വദേശി അംബികയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയത്. അതും ദൃശ്യങ്ങളിൽ കാണുന്ന ഈ 4-ാം വാർഡിൽ. കാലിലെ വ്രണം ചികിത്സിച്ച് ഭേദമാക്കാനാണ് ഇരുവരും എത്തിയത്. രോഗലക്ഷണങ്ങൾ ഭേദമായി എന്ന് കുറിച്ച ഡിസ്ചാർജ് റിപ്പോർട്ടുമായി പുറത്തേക്കിറങ്ങുമ്പോൾ മണ്ണന്തല സ്വദേശി അംബികയ്ക്ക് പക്ഷാഘാതം ബാധിച്ചിരുന്നു. കാലിലെ മുറിവ് സുഖപ്പെട്ടെന്ന് കരുതിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ നിർദ്ദേശപ്രകാരം പാറശാല ആശുപത്രിയിലേക്ക് ജമീല ബീവി മാറിയതെന്ന് മകന്റെ ആരോപണം. ജമീല ബീവിക്ക് ചികിത്സ നൽകിയത് നിലത്ത് കിടത്തിയാണെന്ന് പരാതിയുണ്ട്. 5 ദിവസം തറയിലായിരുന്നു. ബെഡ് ചോദിച്ചപ്പോഴും പറഞ്ഞു ഒരു ബെഡിൽ 2 പേരെ അഡ്ജസ്റ്റ് ചെയ്ത് കിടത്താൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ പറഞ്ഞു അതിന് പറ്റില്ല, കാരണം ഇത്രയും നീങ്ങാനോ അങ്ങോട്ടോ ഇത് ചെയ്യാൻ പറ്റാത്ത ഇതിൽ എങ്ങനെ ആൾ കിടക്കും എന്നുള്ള ഇതിലാണ് തറയിൽ കിടത്തിയപ്പോഴേക്കും അമ്മയ്ക്ക് എണീക്കാനോ ഇതിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ അവിടെ വന്ന് 4-ാം വാർഡിൽ നിങ്ങൾ ആരെങ്കിലും ചെന്ന് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അവിടുത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ്. ടോയ്ലറ്റിന്റെ അടുത്ത് വരെ ആൾക്കാരെ കിടക്കും. സ്കാനിങ്ങിന് ഡേറ്റ് നൽകാൻ വൈകിയതും പരിശോധനയ്ക്ക് ഭക്ഷണമില്ലാതെ 8 മണിക്കൂറിലധികം കാത്തിരിക്കേണ്ടി വന്നതും അംബികയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായെന്ന് ആരോപണമുണ്ട്. 8 മണിക്കുമ്പോൾ ആഹാരം കഴിച്ചിട്ട് അതിനുശേഷം 8 മണിക്കൂർ ഒരു തുള്ളി വെള്ളം പോലും, അത് ഡയബറ്റിക് പേഷ്യൻ്റാണ്. അത് അറിഞ്ഞു വെച്ചും കൊണ്ടാണ് ആ ജീവനക്കാരല്ല കുറ്റം പറയുന്നത്, അവിടുത്തെ സിസ്റ്റം ഫെയിലർ ആയതിനാണ് കുറ്റം പറയുന്നത്. ഒന്നിൽ കൂടുതൽ സ്കാനിങ് മെഷീൻ ഉണ്ടായിരുന്നത് എൻ്റെ അമ്മയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരേ സമയം ചികിത്സ തേടിയ ഇരുവരെയും മരണത്തിലേക്ക് തള്ളിവിട്ടത് ഗുരുതരമായ അനാസ്ഥയാണെന്ന് മക്കൾ. 2 ദിവസം മുൻപാണ് പാറശാലയിലെ ആശുപത്രിയിൽ വെച്ച് ജമീല ബീവി മരണപ്പെടുന്നത്. കിടപ്പിലായിരുന്ന അംബിക ഇന്ന് പുലർച്ചെ മരണത്തിന് കീഴടങ്ങി. ഇത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഇനിയുള്ള ഒരു കിടപ്പ് രോഗികൾക്കായാലും ശരി, ചികിത്സ തേടി വരുന്ന രോഗികൾക്കും സമയബന്ധിതമായിട്ടുള്ള ചികിത്സ നൽകുക. കുറേ ഡോക്ടേഴ്സിൻ്റെ അനാസ്ഥയാണ് ഇതിനൊക്കെ മെയിൻ കാരണം. അത് എനിക്ക് എൻ്റെ അമ്മയുടെ ഇത് നാളെ മറ്റൊരു അമ്മയ്ക്കോ മറ്റൊരു കുടുംബത്തിനോ ഇത് ഉണ്ടാവാൻ പാടില്ല. കൃത്യസമയത്ത് പര്യാപ്തമായ ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ അമ്മമാർ ഒപ്പം ഉണ്ടാകുമായിരുന്നെന്ന് മക്കൾ ഉറപ്പിച്ചു പറയുന്നുണ്ട്. നഷ്ടബോധത്തിലും നേരിട്ട അവഗണന തുറന്നു പറയാൻ അവർ തയ്യാറാകുകയാണ്. പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ നിസ്സംഗത അമ്മമാരെ മരണത്തിലേക്ക് തള്ളിവിട്ടെന്നാണ് മക്കൾ പറയുന്നത്. അനാസ്ഥയ്ക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകാനുള്ള കെൽപ്പ് ഇവർക്കാർക്കുമില്ല. അപ്പോഴും ഒരു മനുഷ്യനും ഒരമ്മയ്ക്കും ഈ ഗതി ഉണ്ടാകരുതെന്ന് ഇവർ ആവർത്തിച്ചു പറയുന്നു. രതീഷ് വെൺപകലിനൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇനി ആശുപത്രികൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചെന്നുള്ള ആരോപണം തള്ളുകയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ധനവകുപ്പ് അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ല. സർക്കാരിനെ വിമർശിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുതെന്നും മന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ. അങ്ങനെ വെട്ടിക്കുറയ്ക്കുന്ന ഒരു തീരുമാനം വന്നിട്ടില്ല. മരുന്നും ഉപകരണങ്ങളും പോലുള്ള സാധനത്തിന് വെട്ടിക്കുറവ് വരില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. കഴിഞ്ഞ 2021-22 മുതലോ അതിനു മുമ്പ് എടുത്താലോ എപ്പോഴും നമ്മൾ ബഡ്ജറ്റിൽ വെച്ചേക്കുന്ന തുകയേക്കാളും അധികമാണ് ചിലവാക്കിയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഈ ചെലവിനകത്തും നിൽക്കാതെ വരുന്നുണ്ടാവും. വെട്ടിക്കുറച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ സത്യത്തിൽ അതിനകത്ത് തെറ്റിദ്ധാരണാജനകമായ വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്നുള്ള അഭ്യർത്ഥന എനിക്കുള്ളത്. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ എസ് ലാൽ, ആരോഗ്യ വിദഗ്ധൻ, ഒപ്പം തന്നെ അഞ്ചൽ ജോബ് ആശുപത്രി വികസന സമിതി അംഗവുമാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ആദ്യം ഡോക്ടർ എസ് ലാലിലേക്കാണ്. ഡോക്ടർ, കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ എപ്പോഴും നമ്മൾ ഒന്നാമതെന്നാണ് വിശേഷിപ്പിക്കുന്നത്. പല കാര്യങ്ങളിലും നമുക്ക് ആ തരത്തിലുള്ള മികവ് നമ്മൾ പുലർത്തിയിട്ടുമുണ്ട്, അതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 2 പേരുടെ ജീവൻ നഷ്ടമായി മതിയായ ചികിത്സ ലഭിക്കാത്തതിനാൽ കഴിഞ്ഞ ദിവസം ഡോക്ടർക്ക് കുറെ കാര്യങ്ങൾ തുറന്നു പറയേണ്ടിയിരുന്നു. ആദ്യം തള്ളുന്നു, പിന്നീട് ആ ഡോക്ടർ പറഞ്ഞതാണ് ശരിയെന്ന് ആരോഗ്യമന്ത്രിക്ക് കുറ്റസമ്മതം അല്ലെങ്കിൽ സമ്മതിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതിനപ്പുറത്തേക്ക് വയനാട് മെഡിക്കൽ കോളേജിൽ നിന്ന് ചോർച്ചയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരത്ത് മാത്രമല്ല മറ്റു മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലൊക്കെ പോയ ആളുകൾക്ക് നിൽക്കാനോ ഇരിക്കാനോ ഇല്ലാതെ നിലത്തൊക്കെ കിടക്കേണ്ടി വരുന്ന പണ്ടായിരുന്നു അങ്ങനെ, ഇപ്പോൾ അങ്ങനെയല്ല എന്ന് നമ്മൾ എന്തു പറയുന്നു, ആ അവസ്ഥ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എവിടെയാണ് നമ്മുടെ ആരോഗ്യരംഗം ചെന്നെത്തി നിൽക്കുന്നത്? ആദ്യം കേരളം ആരോഗ്യരംഗത്ത് 1-ാം നമ്പർ എന്നുള്ളതിനെ പറ്റി സംസാരിക്കുക. ഇത് പല കാര്യങ്ങളും നമ്മൾ പൊതുവെ എടുക്കുമ്പോൾ 1-ാം സ്ഥാനമാണ്. അത് കേരളത്തിന്റെ പ്രകൃതിയും കേരളത്തിൽ ശുദ്ധജലം കിട്ടുന്നതുകൊണ്ടും പുഴകളുള്ളതുകൊണ്ടും ആരോഗ്യ അവബോധമുള്ള ജനങ്ങളുള്ളത് കൊണ്ടുമാണ് പ്രധാനമായിട്ട്. ഈ കേരളത്തിലെ മന്ത്രിമാരെല്ലാം കൊണ്ട് ബീഹാറിൽ വെച്ചാൽ ബീഹാർ ശരിയാവും? ഇല്ലല്ലോ. അപ്പോൾ ഈ ഗവൺമെന്റുകൾക്ക് ഉത്തരവാദിത്വം ഉണ്ട്, അതിന് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, അതില്ലെന്ന് പറയുന്നില്ല.
പക്ഷേ മറ്റൊരുപാട് ഘടകങ്ങളാണ് കേരളത്തിന് മെച്ചപ്പെടുന്നത്. അത് ജനാധിപത്യ ഗവൺമെന്റുകൾ വരുന്നതിന് മുമ്പുള്ള ഭരണ സംവിധാനങ്ങളും ഒക്കെ ഈ ആരോഗ്യരംഗത്തിന് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കാര്യത്തിൽ മുന്നിലാണ്. ഇപ്പം ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ മുന്നിലാണ്, സാക്ഷരയുടെ കാര്യത്തിൽ എന്നൊക്കെ പറയുന്ന പോലെ. അതുപോലെ മാതൃമരണ നിരക്ക്, ശിശുമരണ നിരക്ക്, ഈ കാര്യങ്ങളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ വളരെ മുന്നിലാണ്. പക്ഷേ റോഡ് അപകടങ്ങളുടെ കാര്യത്തിൽ നമ്മൾ വളരെ മറ്റു സംസ്ഥാനങ്ങൾ വളരെ മുന്നിലാണ്. വളരെ വിഷമം തോന്നുന്ന നമ്പറുകളാണ്. മഹാരാഷ്ട്രയ്ക്കും തമിഴ്നാടും കഴിഞ്ഞൊക്കെ ഇന്ത്യയിൽ 3-ാം സ്ഥാനം നമുക്കാണ്. അപ്പോൾ അത് പാടില്ലാത്തതാണ്. മാനസിക രോഗത്തിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ പ്രമേയ രോഗത്തിന്റെ കാര്യത്തിൽ, ആത്മഹത്യ കാര്യത്തിലെ കേരളം മുന്നിൽ. അതൊന്നും ഒരു ലോകത്തിനും മാതൃകയല്ല ഇക്കാര്യത്തിലൊന്നും നമ്മൾ. അപ്പോൾ എല്ലാത്തിലും നമ്മൾ മാതൃകയല്ല. ഓവറോൾ ഇപ്പം നമ്മളൊരു കുട്ടിക്ക് അവൻ ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ അവനായിരിക്കില്ല എല്ലാ വിഷയത്തിലും ഫസ്റ്റ് വാങ്ങുന്നത്. അവന് മോശമുള്ള വിഷയങ്ങൾ കാണും, അവനതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വരും. ചിലപ്പോൾ സ്പോർട്സിൽ പങ്കെടുക്കുന്നുണ്ടാവില്ല. അപ്പം ഈ രീതിയിലാണ്. ഇപ്പം കേരളത്തിൽ ഈ 1-ാം നമ്പർ എന്ന് പറയുന്നത് കേരളം എല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഒന്നും ഇവിടെ വേണ്ട എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ഈ ഇടതുമുന്നണി ഗവൺമെന്റ് പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ഉദാസീനമാകുന്നുണ്ട് ആരോഗ്യവകുപ്പ് സ്റ്റാഫ്. നമുക്ക് കിട്ടാനുള്ള പല ഫണ്ടുകളും കിട്ടുന്നുമില്ല. കേരളത്തിലെല്ലാം അതിന് കൊടുക്കണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതവിടെ നിൽക്കുകയാണ്. രണ്ടാമത്, ആരോഗ്യരംഗത്ത് വലിയ പിടിപ്പുകേടുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേൾക്കുന്നതെല്ലാം ഒരു ഡോക്ടർ ഹാരിസിന് ധൈര്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്. അവിടെ ഒരുപാട് ഇതുപോലെ പറയാൻ ആഗ്രഹമുള്ള ഹാരിസിനെ പോലെ ഒരുപാട് പേരുണ്ട്. ഭയന്ന് പറയാത്തതാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ് വാളെടുക്കും, എന്നാൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയില്ല. ഇപ്പൊ ധനമന്ത്രി പറയുന്നുണ്ടായിരുന്നു വെട്ടിക്കുറച്ചില്ല. അത് ശരിയാണ് പറഞ്ഞത്, വെട്ടിക്കുറച്ചില്ല, പക്ഷെ കൂട്ടുകയാണ് വേണ്ടത്. അതിന്റെ കാര്യം അദ്ദേഹം നിശബ്ദനായിരുന്നു. ആരോഗ്യമന്ത്രി എന്താ പറഞ്ഞത്? ഇവിടെ രോഗികളുടെ എണ്ണം കൂടുന്നതുകൊണ്ടാണ് ആശുപത്രിയിൽ തിരക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ രോഗികളുടെ എണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് വരുമാനം അല്ലെങ്കിൽ ആശുപത്രികൾക്കുള്ള നീക്കിയിരിപ്പ് കൂട്ടണ്ടേ? ബജറ്റുകൾ എടുത്ത് പരിശോധിച്ചാൽ നോക്കാം, വളരെ കുറവാണ്. നമ്മുടെ സ്റ്റേറ്റ് GDP-യുടെ ഒരു 2% താഴെയാണ് ആരോഗ്യത്തിന് ഉപയോഗിക്കുന്നത്. അത് തന്നെ വളരെ കുറവാണ്. രാജ്യത്തും അത് തന്നെയാണ്. അമേരിക്കയിലൊക്കെ 16% രാജ്യത്തിന് നോക്കുമ്പോൾ. അപ്പോൾ ഒരു ആരോഗ്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് കുറവാണ്. വർഷാവർഷം കൂട്ടുന്നുമില്ല. ആരോഗ്യം പെട്ടെന്ന് കേട്ടാൽ തോന്നും ധനമന്ത്രി പറഞ്ഞത് ശരിയാണെന്ന്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, കുറച്ചിട്ടില്ല എന്ന്. ആവശ്യം വരുമ്പോൾ കൂട്ടുകയല്ലേ വേണ്ടത്, അത് കൂട്ടിയിട്ടില്ല. അതാണ് ആ മിസ്മാച്ച് വരുന്നത്. ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറയുന്നു രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ധനമന്ത്രി പറയുകയാണ് ഞങ്ങൾ പൈസ കുറച്ചിട്ടില്ല. അത് തന്നെയാണ് മിസ്മാച്ച്. ഇനി ഇവർ പറയുന്നത്, ഇന്നും ഞാൻ എവിടെ കേട്ടു, കേരളത്തിലെ പൊതു സംവിധാനങ്ങൾ മെച്ചമായതുകൊണ്ടാണ് അവിടെ തിരക്ക് കൂടുന്നത്. അതിനകത്തൊരു കാപ്പട്ടിയുണ്ട്. പൊതു സംവിധാനങ്ങൾ മെച്ചമാണ്. ഞാനും ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് പഠിച്ച ആളാണ്. ഇപ്പോഴും എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ അവിടെ പ്രൊഫസർമാരും വിദഗ്ധ ഡോക്ടർമാരാണ്. പക്ഷെ എത്ര വിദഗ്ധനാണെങ്കിലും ഒരാൾക്ക് കൈകാര്യം ചെയ്യാവുന്ന രോഗികളുടെ എണ്ണമില്ലേ? തിരുവനന്തപുരം ശ്രീധര ആശുപത്രി ഒരു ദിവസം 10-20 വരെ രോഗികൾ നോക്കുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ 200 പേരെയാണ് നോക്കുന്നത്. അവർക്ക് എങ്ങനെ പറ്റും? അതിനനുസരിച്ച് നഴ്സുമാർക്ക് പണി കൂടുകയാണ്. കിടത്താൻ പാടില്ല. ഇപ്പം ഞാൻ ഇനി വാർത്തയിൽ കേൾക്കുകയായിരുന്നു, 2 സ്ത്രീകളെ ഒരു കട്ടിൽ കിടത്തുകയാണ്. ഏതെങ്കിലും ഒരു ലോകത്തുണ്ടോ? സൊമാലിയയിൽ പോലും ഇങ്ങനെയില്ല. പരസ്പര രോഗങ്ങൾ അവർ കൈമാറും. ഒരാൾക്ക് വയറിളക്കായിരിക്കും, മറ്റേ മെനിഞ്ചൈറ്റിസ് ആയിരിക്കും. രണ്ടുപേരും പരസ്പരം കൈമാറും. ഇതുകൂടാതെ താഴെ കിടത്തുകയാണ്. ഇത് സർക്കാർ ആശുപത്രിയിൽ ഇത് ആര് വന്നതിൻ്റെ വലുതാക്കും? സർക്കാർ ആശുപത്രി സംവിധാനം സർക്കാർ ആകെ 30% രോഗികളാണ് സർക്കാരിൽ നോക്കുന്നത്. ബാക്കി 70% സ്വകാര്യ മേഖലയിലാണ്. ഈ 30% ശരിയാക്കി നടത്തണ്ടേ? അത് പിടിപ്പുകേടല്ലേ? അപ്പൊ ഇത് മൊത്തത്തിൽ കെടുകാര്യസ്ഥയും പിന്നെ ഒരു വിഷനില്ല. ഞാൻ ഉപദേശം കൊടുക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് ഇപ്പോഴും. ആ രാജ്യങ്ങൾ സൂചിപ്പിച്ച പോലെ ഈ പൊതുരംഗം മികച്ചതാണ്, അല്ലെങ്കിൽ നമ്മുടെ പൊതു ആശുപത്രികളൊക്കെ മികച്ചതാണ്, സർക്കാർ ആശുപത്രികൾ എന്നുള്ള വലിയ തോതിലുള്ള പ്രചാരണം. അത് പ്രചാരണത്തിൽ മാത്രമാണോ, അത് പ്രാക്ടിക്കലി അങ്ങനെയല്ല, അല്ലെങ്കിൽ റിയാലിറ്റി അതല്ല എന്നുള്ള തിരിച്ചറിയേണ്ടി വരുന്ന അവസ്ഥയാണ് നമ്മൾ ആശുപത്രികളിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ. അത് ഓരോരുത്തർ വ്യക്തിപരമായി പോയാൽ തന്നെ അത് കണ്ടറിയാവുന്നതാണ്. ശ്രീ അഞ്ജു ജോബ്, അതാണ് ആശുപത്രികൾ നല്ലതാണ്, പൊതുമേഖലാ ആശുപത്രികൾ നല്ലതാണ്, ഡോക്ടർമാരും നഴ്സുമാരും നല്ലതാണ്. പക്ഷെ അവിടെ അവർക്ക് താങ്ങാവുന്നതിന്റെ ഇരട്ടി എത്രയോ ഇരട്ടി രോഗികൾ വരുന്നു. പിന്നെ ഉപകരണങ്ങൾ ആവശ്യത്തിനില്ല. ഇപ്പൊ പറയുന്ന ന്യൂസിലും പറഞ്ഞതല്ലേ, ഉപകരണങ്ങളില്ല. പിന്നെ ഇവർ പറയുന്നത് സർക്കാർ ആശുപത്രികൾ ഏറ്റവും നല്ലതായതുകൊണ്ട് ജനം അങ്ങോട്ട് തിങ്ങിമറിയുകയാണെന്ന്. അങ്ങനല്ല. അതിൻ്റെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഈ കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് തൊഴിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആളുകളുടെ കയ്യിൽ വരുമാനമില്ല. അപ്പൊ സ്വകാര്യ ആശുപത്രിയിൽ പോയിക്കൊണ്ടിരുന്ന പലരും ഇപ്പൊ സർക്കാർ ആശുപത്രിയിൽ പോകണം. തീർച്ചയായിട്ടും അങ്ങനെ സർക്കാർ ആശുപത്രി ആശ്രയിക്കുന്നവരുടെ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ അഞ്ചൽ ജോബിലേക്കാണ്. ശ്രീ അഞ്ചൽ, ഒരു സമൂഹത്തിൽ, ഒരു നഗരത്തിൽ അവിടെ ആശുപത്രികളുടെ എണ്ണം കൂടുക എന്ന് പറയുന്നത് തന്നെ ആ സമൂഹത്തിന്റെ അതിന്റെ ചുറ്റുപാടിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അത് നല്ലതല്ല. എങ്കിൽ പോലും നമുക്കിവിടെ ആശുപത്രികളുണ്ട്. ആ ആശുപത്രികൾ പല തോതിൽ പല കാര്യത്തിലും ഏറ്റവും മികവുറ്റതാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നൊക്കെയുള്ള പലതരത്തിലുള്ള പ്രചാരണമുണ്ട്. പക്ഷേ ശരിക്കും എന്താണ് ആശുപത്രികളിലെ സാഹചര്യം എന്നുള്ളതാണ്. മതിയായ ഉപകരണങ്ങൾ, മതിയായ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ നമ്മുടെ ആശുപത്രികളിൽ ഉണ്ടോ? എല്ലാവരും പരസ്പരം കുറ്റങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ
ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിനെ പറ്റി ആരും സംസാരിക്കാറില്ല. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, പറയൂ. ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ പേഷ്യൻ്റ് എണ്ണം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിനു മുമ്പ് പേഷ്യൻ്റ് എണ്ണം 1000-ൽ താഴെയായിരുന്നു അഡ്മിഷൻ IP പേഷ്യൻ്റ്. ഇപ്പോൾ 2025 ആയപ്പോൾ 2000-ൽ പുറത്ത് പേഷ്യൻ്റ് IP പേഷ്യൻ്റായി വന്നിരിക്കുന്നു. OPയിലാണെങ്കിൽ ഏതാണ്ട് 6000-7000 പേഷ്യൻ്റാണ് OPയിൽ വരുന്നത്. IP മാത്രം നമുക്ക് എടുക്കാം. ഇതൊരു കാൽക്കുലേഷൻ ഇല്ലാതെ ഉള്ള ഒരു പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമായാണ് തിങ്ങി നിറഞ്ഞ് വാർഡുകളിൽ പേഷ്യൻ്റ് തറയിൽ കിടക്കേണ്ട വരുന്ന സാഹചര്യമുണ്ടായത്. 16, 17, 18, 19, 26 വാർഡ് പൊളിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. പൊളിക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണമായിരുന്നു, ഇത്രയും പേഷ്യൻറ്റിനെ ഇവിടെ ഈ അഡ്മിറ്റ് ചെയ്ത ഇത്രയും പേഷ്യൻ്റ് വീണ്ടും വരും, ആ പേഷ്യൻറ്റിനെ എവിടെ കിടത്തണം, അവർക്ക് എങ്ങനെ ചികിത്സ നൽകണം എന്നതിനെപ്പറ്റി ആലോചിക്കണമായിരുന്നു. അതാലോചിക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ കെട്ടിടം പൊളിക്കുകയും അത്രയും പേഷ്യൻ്റ് മറ്റു വാർഡുകളിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ സുഗമമായി നടത്തിക്കൊണ്ടിരുന്ന വാർഡുകൾ പോലും തിങ്ങി നിറഞ്ഞ് പേഷ്യൻ്റ് 2 പേഷ്യൻ്റ് ഒരു കട്ടിലിലും തറയിൽ 2 പേഷ്യൻ്റ് ബൈസ്റ്റാൻഡറിന് പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മെഡിക്കൽ കോളേജ് മാറി. അതാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യേണ്ട കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യാത്തതിൻ്റെ ഫലമാണ് ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത രീതിയിൽ കോവിഡിന് ശേഷം ഒരുപാട് പേഷ്യൻ്റ് കൂടുതൽ വരികയും കൂടെ ചെയ്തതോടുകൂടി ആശുപത്രിയുടെ പ്രവർത്തനം IP പ്രവർത്തനം വളരെ മോശമായ നിലയിലാണ് പോകുന്നത്. രോഗികൾക്ക് കിട്ടേണ്ട സുഗമമായ പരിചരണം, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഒന്നും കിട്ടാത്ത സാഹചര്യം മെഡിക്കൽ കോളേജിൽ വരുന്നതിൻ്റെ കാരണം ഇതാണ്. പേഷ്യന്റ് വർദ്ധിച്ചു. ആരോഗ്യമന്ത്രി ശ്രീ അഞ്ചൽ, അതായത് കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആദ്യം പറഞ്ഞ കാര്യത്തെ ആരോഗ്യമന്ത്രി അത് അങ്ങനെയൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നു. പിറ്റേ ദിവസം അദ്ദേഹം സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം പറഞ്ഞത് അന്വേഷണം നടത്താമെന്ന് പറയുന്നു. അതായത് അങ്ങ് ഇപ്പൊ പറഞ്ഞു ഈ കോവിഡിന് ശേഷം രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്ത് വിഷയം ഉണ്ടായാലും അത് വാർത്തയായാൽ ഉടൻ മന്ത്രി റിപ്പോർട്ട് തേടാമെന്നുള്ള ഉറപ്പ് തരാറുണ്ട്. അങ്ങനെ ഒരു മന്ത്രിയിലേക്ക് മന്ത്രി പലയിടങ്ങളിലും മിന്നൽ വിസിറ്റ് നടത്താറുണ്ട്. മന്ത്രി വരുന്നു, ആശുപത്രിയിൽ ചീട്ടുമായിട്ട് വരുന്ന മന്ത്രിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും മന്ത്രിയിലേക്ക് എത്തുന്നില്ലേ? അല്ല, മന്ത്രിയിലേക്ക് ഇന്നലെ ഒരു വിഷയമെത്തിയതിന് അടിയന്തരമായി മന്ത്രി ഇന്ന് അഭിനന്ദിച്ചേ പറ്റൂ. കാരണം അവിടെ രാജേന്ദ്രൻ എന്ന് പറയുന്നൊരു പേഷ്യൻറ്റിന് മഞ്ഞക്കാർഡിലുള്ള ആനുകൂല്യം കൊടുത്തില്ല. 18,000 രൂപ അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വന്നു. ആ പേഷ്യൻ്റ് ഇന്നലെ മരിച്ചു. ഇന്ന് മോൻ ജോസഫ് MLA ഇടപെട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടതിന് ശേഷം മന്ത്രി നേരിട്ട് മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥരെ വിളിച്ച് ആ പൈസ അടിയന്തരമായി ആ മരണമടഞ്ഞ പേഷ്യൻ്റെ ബന്ധുക്കളെ ഏൽപ്പിക്കണം എന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. അപ്പോൾ ഇടപെടുന്നില്ലെന്ന് പറയണ്ട. പക്ഷേ ഇതാണ് അവിടുത്തെ അവസ്ഥ. നമ്മുടെ ഹോസ്പിറ്റലിന്റെ സാഹചര്യം കൂടി മനസ്സിലാക്കണം. എന്തിനു വേദന പറയാൻ നിൽക്കരുത്. മണ്ണന്തല സ്വദേശി ഒപ്പം തന്നെ അംബിക, അവർക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ല എന്നുള്ള കുടുംബത്തിന്റെ പരാതി ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തയായിരുന്നു. മാതൃഭൂമി ന്യൂസിനാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതുമായി തന്നെ ജമീല, ഈ അംബികയുടെയൊക്കെ മരണം സംഭവിച്ചു, അവിടെ ജീവൻ നഷ്ടമായി കഴിഞ്ഞു. പിന്നെ റിപ്പോർട്ട് തേടുകയോ പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി അന്വേഷിച്ചിട്ടോ കാര്യമുണ്ടോ? അല്ല, അത് പറയാൻ നമ്മൾ റഫറൻറ്റ് OP ആണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. ചെറിയ പനി വന്നാൽ പോലും അവിടെ വന്ന് അഡ്മിറ്റ് ചെയ്ത് അവിടെ കിടന്ന് ഒരാഴ്ച കിടക്കുമ്പോൾ സീരിയസ് ആയി വരുന്ന പേഷ്യൻറ്റിനെ കിടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ പ്രധാനമായി ചെയ്യേണ്ട കാര്യങ്ങൾ താലൂക്ക് ഹോസ്പിറ്റലുകളിൽ വികസനം ഏർപ്പെടുത്തുക, കൂടുതൽ പേഷ്യൻറ്റിനെ താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ കൊടുക്കുക, അടിയന്തരമായി അത്യാഹിതമായി വരുന്ന പേഷ്യൻറ്റിനെ മാത്രം മെഡിക്കൽ കോളേജിലേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. സമീപ പ്രദേശത്ത് താലൂക്ക് ഹോസ്പിറ്റലിൽ വികസനം കൊണ്ടുവന്ന് അവിടെ കൂടുതൽ ബെഡുകൾ കൊണ്ടുവന്ന് അവിടെ കൂടുതൽ വാർഡുകൾ കൊണ്ടുവന്ന് കൂടുതൽ ഡോക്ടർമാരെ, കാർഡിയോളജി, ഗ്യാസ്ട്രോ തുടങ്ങിയ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരെ അവിടെ നിയമിച്ചുകൊണ്ട് താലൂക്ക് ഹോസ്പിറ്റലുകൾ വിപുലീകരിക്കുക എന്നുള്ളതാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം. ശ്രീ രംഗയിലേക്ക് എത്താം. ശ്രീ SS ലാൽ, ഇവിടെ ആരോഗ്യമന്ത്രി ഇടപെട്ട ഒരു കാര്യത്തെ പറ്റി അദ്ദേഹത്തെ ശ്രീ അഞ്ചൽ പറഞ്ഞു, അതിനെ അഭിനന്ദിക്കണം എന്നും പറഞ്ഞു. പക്ഷേ അങ്ങനെ അഭിനന്ദിക്കാണ്ടാവുന്ന ഒരു അവസ്ഥയല്ല നിലവിലുള്ളത് എന്നുള്ളത് വളരെ ബോധ്യപ്പെടുന്നതാണ്. ഓരോ ദിവസവും ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഏത് മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, ജില്ലാ ആശുപത്രികളായിക്കോട്ടെ, അവിടങ്ങളിലൊക്കെ സമാന സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശദമായി പറയേണ്ടതാണ്. മന്ത്രി ഇടപെട്ടാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത് ഒരു സംവിധാനത്തിൽ പെശക് വരുമ്പോഴാണ് ഒരു ആശുപത്രിയിൽ മന്ത്രി ഇടപെടേണ്ടി വരുന്നത്. മന്ത്രി നയിക്കേണ്ടത് പൊളിറ്റിക്കലായിട്ട് ആരോഗ്യവകുപ്പിന് അങ്ങനെയാണ് നയിക്കേണ്ടത്. നമ്മുടെ കേരള സംസ്ഥാനത്ത് ഒരു ബില്ലുണ്ട്, പൊതുജനാരോഗ്യ ബില്ല്. ഈ മന്ത്രി തന്നെ അവതരിപ്പിച്ചാണ്. അതിനകത്ത് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പിന്റെ അധികാരി ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ്. മന്ത്രിക്ക് പൊളിറ്റിക്കൽ അധികാരങ്ങളും പൊളിറ്റിക്കൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയുള്ളവരാണ്.
നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ പേരെന്താണെന്ന്? 6-7 അഡീഷണൽ ഡയറക്ടർമാരുണ്ട്. ഇവർക്കാർക്കും ഒരു പണിയില്ല. കഴിഞ്ഞ ഗവൺമെന്റുകളുടെ കാലത്ത് ഈ മന്ത്രിമാർ ഈ ആരോഗ്യവകുപ്പിന് വൺമാൻ ഷോ ആക്കാൻ, ഇത് ഞാൻ വളരെ വേദനയോടെ പറയുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച ആളാണ് ഞാൻ. 42 വർഷമായിട്ട് ആ കോളേജായിട്ട് ബന്ധമുണ്ട്. ഇങ്ങനെയല്ല, ആരോഗ്യവകുപ്പ് ഡയറക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർമാരാണ് ഈ വകുപ്പിനെ നയിച്ചിരുന്നത്. ഇപ്പൊ മന്ത്രിമാർ അവർക്ക് സിനിമ എടുക്കാനും വൺമാൻ ഷോയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മന്ത്രി എന്തിനാണ് ഈ നിപ്പ വരുമ്പോൾ അതിനകത്ത് മാസ്ക് ഇട്ട് ആശുപത്രി കയറാൻ നോക്കുന്നത്? അവർക്ക് അതിനകത്ത് യാതൊരു പരിശീലനമില്ല. അവർക്ക് അപകടം ഉണ്ടായാലും രാജ്യത്ത് നഷ്ടമാണ്. അപ്പൊ അത് ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിക്കുക. ട്രംപ് പോലും ഫൗച്ചി അടുത്തിരുത്തിക്കാണ് സംസാരിച്ചിരുന്നത്. ട്രംപ് മണ്ടത്തരം പറയുമ്പോൾ ഫൗച്ചി തിരുത്തും. നമ്മൾ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി അടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ പറയാൻ സാങ്കേതിക ചോദ്യമാണ്, എനിക്ക് ഉത്തരം അറിയില്ല എന്ന്. ഉത്തരം അറിയുന്ന DHS അടുത്ത് പിടിച്ചിരുത്തണം. ആരോഗ്യമന്ത്രി ചെയ്യണം. ശാസ്ത്രീയ കാര്യങ്ങൾ ആരോഗ്യമന്ത്രി പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? അത് വരുമ്പോൾ പൊളിറ്റിക്കൽ കാര്യങ്ങൾ മന്ത്രി പറയണം. അസുഖത്തിന്റെ കാര്യങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങ് പറഞ്ഞതുപോലെ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ റോഡിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്, റീലുകളിലും അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും മികച്ച രീതിയിലാക്കുന്നു എന്ന രീതിയിലുള്ള പ്രചാരണമാണ് ഇപ്പോൾ. ഏതൊരു കുഞ്ഞുകുട്ടി പോലും നമ്മുടെ ആരോഗ്യരംഗം ഏറ്റവും മികച്ചതാണ്, ഒന്നാമതാണ് നമ്മുടെ ആരോഗ്യരംഗം, ഒന്നാമതാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം എന്ന് ആവർത്തിക്കുകയാണ്. പക്ഷേ ആരോഗ്യ മേഖലയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ആവർത്തിക്കുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ നിലത്തും ഇരുന്ന്, അല്ലെങ്കിൽ നമ്മളൊരു മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വാർഡിൽ മൊത്തം, കൊറിഡോറിൽ മൊത്തം ആളുകൾ ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലൊന്നും മാറ്റമൊന്നുമില്ല. ഗതികേടാണ്. ആരോഗ്യമന്ത്രി 12,000 തിരിച്ചു വാങ്ങിച്ചു കൊടുത്താൽ നല്ലതായിരുന്നു. പക്ഷെ അത് ആരോഗ്യമന്ത്രി ചെയ്യേണ്ടതല്ല. ഹെഡ് മാസ്റ്ററാണ് ബെല്ലടിക്കാൻ പോകണമെന്ന് പറയുന്ന പോലെയാണ് സ്കൂളിന്റെ. ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പിനെ നയിക്കുകയാണ്. ഈ 10,000 രൂപയുടെ പ്രശ്നമൊക്കെ DMO പരിഹരിക്കേണ്ടതാണ്, അല്ല അവിടുത്തെ MLA പരിഹരിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു സിസ്റ്റത്തിന് നേതൃത്വം ഇല്ലാത്തതുകൊണ്ടും സിസ്റ്റം ഒരു നല്ല എണ്ണയിട്ട സംവിധാനം പോലെ പ്രവർത്തിക്കാത്തത് കൊണ്ടുമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഒരു 4 കൊല്ലം മുമ്പ് ഞാൻ ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. കോവിഡ് സമയത്ത് കേരളത്തിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ്, രോഗിയെ പുഴുവരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആരോഗ്യ വകുപ്പിനാണ് പുഴുവരിച്ചത്, സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്ന്. അന്ന് എന്തെല്ലാം കോലാഹലമായിരുന്നു. ഇന്നലെ മന്ത്രി സംഭവിച്ചു സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്ന്. ഒരു മന്ത്രി മാറിയതുകൊണ്ടോ മന്ത്രി നന്നാക്കിയോണ്ടോ ഒന്നും കാര്യമില്ല. സിസ്റ്റം, ഈ ആരോഗ്യവകുപ്പ് എങ്ങനെ വേണമെന്ന് ആരും ഇതിനെപ്പറ്റി ആലോചിക്കുന്നേ ഇല്ല. ബജറ്റിൽ ആവശ്യം നീക്കി വയ്ക്കുന്നില്ല, പണം നീക്കി വയ്ക്കുന്നില്ല. ഒരു കാര്യത്തിന് പണം ബജറ്റിൽ ഉൾക്കൊള്ളിച്ചാൽ മാത്രമേ അതിനകത്ത് ആ വകുപ്പിൽ പണം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് സംഭവിക്കുന്നില്ല. ഉള്ള പണം എല്ലാ വർഷവും കൂട്ടിക്കൊടുക്കുന്നില്ല. കൊടുത്ത പണത്തിന് കൃത്യമായ ഉപയോഗമില്ല. അപ്പൊ ഇത് ഞാൻ പറയില്ല, എല്ലാ രാജ്യങ്ങളും, പല രാജ്യങ്ങളും, നമ്മളെക്കാൾ ദരിദ്രമായ രാജ്യങ്ങളും സംസ്ഥാനങ്ങളും 2050 കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുകയാണ്. ഞാൻ പലതിലും ഇൻവോൾവ് ആണ്. ഇവിടെ നമ്മൾ 2025 പ്രശ്നം. ഇപ്പോൾ അഞ്ചൽ സ്വദേശിയുള്ള വീണ നമുക്കൊപ്പം പ്രേക്ഷകയാണ്, ടെലിഫോണിൽ ചേരുന്നുണ്ട്. വീണ, ഏത് ആശുപത്രിയെ പറ്റിയാണ് വീണയ്ക്ക് പറയാനുള്ളത്? മെഡിക്കൽ കോളേജിനെ പറ്റിയാണ് മാഡം പറയാനുള്ളത്. കാരണം ഇന്നലെ ആ ഒരു ഡോക്ടർ, അദ്ദേഹം അവിടെ ഉള്ളൊരു ഡോക്ടറാണ്, അദ്ദേഹം അത് വെളിപ്പെടുത്തി. അപ്പൊ അതിന് റിപ്പീറ്റ് ചെയ്ത് മന്ത്രി വീണ മാഡം അവിടെ നിന്ന് പറഞ്ഞത് എന്താണ്, അവിടെ ഒരു കുഴപ്പം, എന്നിട്ട് 2 വള്ളത്തിലാണ് അവർ കാലുകെട്ടി സംസാരിച്ചത്. അതായത് ഡോക്ടർക്കും നല്ല ഒരു കുഴപ്പവും വരരുത്, ഞങ്ങൾക്കും കുഴപ്പം വരരുത്. ഡോക്ടർ CPM-ന്റെ ആൾക്കാരാണെന്ന് മനസ്സിലായി അവരുടെ വർത്തമാനത്തിൽ നിന്നും. ഞങ്ങൾക്കും കുഴപ്പം വരരുത്. പക്ഷെ അവരുടെ വായിൽ നിന്ന് വീണത് ഓരോന്ന് പച്ച കള്ളമാണത്. കാരണം അവരൊക്കെ ആ മെഡിക്കൽ കോളേജിൽ ചെന്ന് മാസത്തിലെങ്കിലും ചെന്ന്, അല്ലെങ്കിൽ ഈ 5 മാസത്തിലൊരിക്കൽ ചെന്ന് അവിടുത്തെ അറ്റകുറ്റങ്ങൾ നോക്കി അതിന് വേണ്ട ക്രമീകരിക്കേണ്ടതാണത്. ഇന്ന് സ്ട്രെച്ചറിൽ ഒരു പേഷ്യന്റിനെ കൊട്ടാരക്കരയിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ട്. അത് എത്രയോ കഠിനമായതാണ്. അവരെത്ര ബന്ധപ്പെട്ടാണ് ആ പേഷ്യന്റിനെ കൊണ്ട് അവർ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത് മാഡം. അത് അഥവാ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയിരുന്നെങ്കിൽ ആ പേഷ്യന്റിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതെല്ലാം മുഖ്യനും കീഴിലും മറ്റേ മന്ത്രിമാരും MLA-മാരൊക്കെ കണ്ടോണ്ടല്ലേ നിൽക്കുന്നത്. ഇത് അവർക്ക് ഇത് ഡീൽ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവരെന്താ വേണം, രാജ്യം ഇറങ്ങണം. എന്നിട്ട് ഇത് ഭരിക്കാൻ അറിയുന്ന ആൾക്കാരുടെ കയ്യിൽ ഭരണം കൊടുക്കണം. ശരി വീണ, ശരി. അഞ്ചൽ സ്വദേശിയാണ് വീണ. മന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പ്രതികരണത്തെ പറ്റി ഉൾപ്പെടെയാണ് സംസാരിച്ചത്. തിരികെ നമുക്ക് വളരെ പെട്ടെന്ന് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തിരികെ ചർച്ചയിലേക്കാണ്. ശ്രീ അഞ്ചൽ, അതായത് ഇവിടെ ഇപ്പം മന്ത്രിക്ക് എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് മന്ത്രിക്ക് ചെയ്യാനാവുന്നതല്ല. അതിനപ്പുറത്തേക്ക് മന്ത്രി പറയും പോലെ രാഷ്ട്രീയമായി ജനപ്രതിനിധിയാണ്, അങ്ങനെ ഒരു വകുപ്പിലേക്ക് എത്തുന്നതാണ്. പക്ഷേ അവിടെ ഉള്ള ഉദ്യോഗസ്ഥരാണ്. നേരത്തെ ശ്രീ ലാൽ സൂചിപ്പിച്ച പോലെ തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ, ഈ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിൽ DME സൂപ്രണ്ടും ഒക്കെ ഹാരിസ് ചിറക്കൽ പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത് സംസാരിച്ചതും അതിനെ പൂർണ്ണമായും തള്ളിയതും ഒക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഈ തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഒരു കെടുകാര്യസ്ഥത കൂടി നമ്മുടെ ആരോഗ്യ മേഖലയെ നശിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായും. ഉദ്യോഗസ്ഥരെ കെടുകാര്യസ്ഥയും ഉദ്യോഗസ്ഥർ ഫയലുകൾ നീക്കുന്നതിൻ്റെ ഒച്ചിൻ്റെ വേഗത്തിൽ വരുന്നത് പോലുള്ള സംഭവങ്ങളായി നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ഉപകരണങ്ങൾ പോലും മേടിക്കാൻ പറ്റാത്തത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് അപാകതയുണ്ട് എന്നുള്ളത് 100% ശരിയാണ്. പക്ഷെ പരിഹാരമാണ് നമുക്ക് വേണ്ടത്, കുറ്റപ്പെടുത്തലുകളല്ല.
ഇപ്പം ഡോക്ടർ പറഞ്ഞത് അദ്ദേഹം വളരെ എക്സ്പീരിയൻസ് ഉള്ള എന്നേക്കായും പ്രായമുള്ള അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുകയും ഒരുപാട് രോഗികളെ പരിഹരിക്കുകയും ചെയ്ത ആ ഡോക്ടർ പറഞ്ഞത് ഡയറക്ടർ, മന്ത്രി കഴിഞ്ഞാൽ ഡയറക്ടറാണ് ഇത് കാര്യങ്ങൾ കൈകാര്യം, ഞാൻ അങ്ങേ തിരുത്തുമല്ല, രണ്ടായി ആരോഗ്യവകുപ്പിനെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഡയറക്ടറുടെ കീഴിലും ഒന്ന് DMEയുടെ കീഴിലുമാണ്. മെഡിക്കൽ കോളേജുകളെല്ലാം DMEയുടെ കീഴിലാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. അതുകൊണ്ടാണല്ലോ DME വിളിച്ച് ശ്വാസിക്കുന്നതും DMEയോടുത്ത് കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതവിടെ ഇരിക്കട്ടെ. നമ്മൾ പരിഹാരമാണ് വേണ്ടത്, അല്ലാതെ എന്നും കുറ്റപ്പെടുത്തലുകളും ചോദ്യം ചെയ്യലുകളും അല്ല വേണ്ടത്. ഇതിനെന്ത് പരിഹാരം? രോഗികളുടെ എണ്ണം കുറയ്ക്കാൻ പരിഹാരമെന്ത്? അല്ലെങ്കിൽ രോഗികളെ കിടത്തി ഒരു ബെഡിൽ ഒരാളെ മാത്രം കിടത്തി ചികിത്സിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? സ്റ്റാഫുകളുടെ എണ്ണം നിങ്ങൾക്കറിയാമോ? ഒരു വാർഡിൽ 2 നേഴ്സ് നിന്നാണ് 150ഓളം പേഴ്സിന് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. തറയിൽ കിടക്കുന്ന പേഷ്യൻറ്റിനെ ഈ 2 നേഴ്സുമാർ നിന്നാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു വാർഡിൽ 100 പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ 12 നേഴ്സന്മാരെ അവിടെ നിയമിക്കണം. നിയമമാണത്. അതുപോലും ചെയ്യുന്നില്ല. അപ്പോൾ അത് മാറ്റം വരുത്തണം. ആവശ്യത്തിന് സ്റ്റാഫിനെ നിയമിക്കണം, നേഴ്സന്മാരെ നിയമിക്കണം. അല്ല എല്ലാ സ്റ്റാഫിനെയും നിയമിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരമാവൂ. പരിഹാരമാണ് വേണ്ടത്. അതിനെന്തെല്ലാം ഫോർമാലിറ്റി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുണ്ടാക്കണം. എല്ലാവരും കൂടെ കൂടിയാലോചന നടത്തി അത് ചെയ്യുകയാണ് വേണ്ടത്. കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കുക. ശരി, അവസാനമായി ഡോക്ടർ SS ലാൽ, അതായത് ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. അതായത് നമുക്ക് ഡൽഹിയിൽ അമേരിക്കൻ പ്രസിഡന്റ് വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന, നമുക്കറിയാം, അവിടെ കോളനികൾ മുഴുവൻ കെട്ടിയടച്ചിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നിട്ട് നമ്മുടെ രാജ്യ തലസ്ഥാനത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗമെന്തോ അത് നമ്മൾ പ്രദർശിപ്പിക്കുന്നു. സമാനമായി തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിലേക്ക് വരുമ്പോഴും നമ്മൾ ഏറ്റവും മികച്ചത് മാത്രം ആളുകളിലേക്ക് എത്തിക്കുകയും അതിന് വലിയ പ്രചാരണം കൊടുക്കുകയും ചെയ്യുന്നു. ഈ പെരുപ്പിച്ച് കാട്ടുന്ന PR കണക്കിന് അപ്പുറത്തേക്കുള്ള യാഥാർത്ഥ്യം എന്തെന്നുള്ളതാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിലൊരു തിരുത്തൽ വേണമെന്നുള്ള അനിവാര്യമാണ്. അത് എത്രയും പെട്ടെന്ന് അടിയന്തരമായി വേണം. കേരളം നല്ലതാണ്, കേരളത്തിൽ ആരോഗ്യം നല്ലതാണ്, കേരളത്തില് പല കാര്യത്തിലും 1-ാം നമ്പറാണ്. പക്ഷെ നമുക്കിനി ഒന്നും നേടാനില്ല, നമ്മളെല്ലാം തികഞ്ഞു എന്ന് പറയുന്നിടത്താണ് പ്രശ്നം വരുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം തിരുത്തിപ്പോട്ട്, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും ആരോഗ്യ ഡയറക്ടറും ഒക്കെ ഉണ്ട്, രണ്ടാണ്. പക്ഷെ കേരളത്തിന്റെ ആരോഗ്യത്തിന്റെ അധികാരി എന്ന് പറയുന്നത് ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ്. അവരുടെ കീഴിലാണ് കേരളത്തിൽ പ്രൈവറ്റ് ആയാലും മെഡിക്കൽ കോളേജിലും കേരളത്തിന്റെ അധികാരി ആരോഗ്യ. തങ്ങൾ രാഷ്ട്രീയമൊക്കെ അറിയുന്ന ആളുടെ പുറത്ത് വെച്ചോണാറ്. കേരളത്തിൽ ബില്ലെടുത്ത് വായിച്ചു നോക്കിയാൽ പൊതുജനാരോഗ്യ ബില്ല്. അതുകൊണ്ട് പിന്നെ രണ്ടാമത് പരിഹാരമാണ് ഞങ്ങളെല്ലാം പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ മന്ത്രി പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഇന്നലെയാണ് ആദ്യമായിട്ട് പറഞ്ഞത് സിസ്റ്റത്തിൽ പ്രശ്നമുണ്ടെന്ന്. 9 കൊല്ലമായിട്ട് ഞങ്ങൾ ഇടപെടുമ്പോൾ മന്ത്രിമാർ പറയുന്നത് ഇവിടെ പ്രശ്നമില്ലാത്തതിന് അങ്ങനെ പരിഹാരം എടുക്കാൻ പറ്റും. ഇപ്പം ഇന്നലെ അവർ സംബന്ധിച്ച് സിസ്റ്റത്തിന് പ്രശ്നമുണ്ട്. അതുകൊണ്ട് പരിഹാരങ്ങളൊക്കെ ഇനി അവർക്ക് സ്വീകരിക്കാൻ പറ്റും, നമ്മളും പറഞ്ഞു കൊടുക്കാം. എല്ലാവരും പ്രശ്നങ്ങൾ നമുക്ക് എടുത്ത് എൻ്റെയും താങ്കളുടെയും ഒക്കെ ആരോഗ്യമല്ലേ? തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ആശുപത്രി മോശമായ എനിക്കും പ്രശ്നമല്ലേ, എൻ്റെ ബന്ധുക്കൾ പ്രശ്നമല്ലേ? ഞാനൊരു ചികിത്സയായിട്ട് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ആശുപത്രി കിടക്കുകയാണ്. ആലോചിച്ച് നോക്കണം. കൂടെ പഠിച്ചവരാണ് അവിടുത്തെ മുഴുവൻ പ്രൊഫസർമാർ. അവിടെ പോയാൽ അവിടുത്തെ ഒരു പാവപ്പെട്ട രോഗിയുടെ കട്ടിൽ ഞാൻ കയറി കിടക്കേണ്ടി വരും. അവരുടെ സ്ഥലം ഞാൻ മെനക്കെടുക്കും. അതുകൊണ്ട് എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് ശമ്പളം ഞാൻ ഒരു സ്വകാര്യ ആശുപത്രി വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച് അവിടെ ചെയർമാനായിരുന്ന ആളാണ് ഞാൻ. എൻ്റെ പരിചയമില്ലാത്ത ആരും അവിടെ ഇല്ല. എനിക്ക് അവിടെ പോകാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇതാണ് യാഥാർത്ഥ്യം. ഇന്നലെ ഹാരിസ് ധൈര്യമായിട്ട് പറഞ്ഞു, കുറ്റപ്പെടുത്തലല്ല. ഒന്നപ്പന്നെ ഹാരിസ് പറഞ്ഞ് കുറ്റപ്പെടുത്തലല്ലേ? ഹാരിസ് പറഞ്ഞാണ് ഈ ചർച്ച പോലും നടക്കുന്നത്. മന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നു അവിടെ സിസ്റ്റം പ്രശ്നമുണ്ടെന്ന്. പ്രശ്നം ഇല്ല എന്ന് പറയുന്നവർക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കും. ഇപ്പൊ അവര് മന്ത്രിയെ അഭിനന്ദിക്കേണ്ടതാണ്. പ്രശ്നമുണ്ടെന്ന് അവർ അറിയാതെ സമ്മതിച്ചു പോയി. അതുകൊണ്ട് ഇനി എളുപ്പമാണ് പരിഹാരങ്ങൾ. അവർക്കറിയാവുന്ന പരിഹാരങ്ങൾ അവർ ചെയ്യട്ടെ, നമുക്കറിയാവുന്ന പരിഹാരം നമുക്ക് ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് നന്ദി ഡോക്ടർ SS ലാൽ. ഒപ്പം തന്നെ അഞ്ചൽ ജോബ് നമ്മളോട് ഇത്രയും നേരം സഹകരിച്ചതിന്.